പി.വി. അൻവർ എം.എൽ.എ. 2 കൊലപാതക കേസുകളുടെ അന്വേഷണം ശരിയല്ല എന്നാണ് മുഖ്യമന്ത്രിക്ക് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അത് പോലീസിനെതിരായിട്ടുള്ള ആരോപണം തന്നെയാണ്. പത്തനംതിട്ട SP-ക്കെതിരെയും ADGP-ക്കെതിരെയുമാണ് ആ ആരോപണം പറയുന്നത്. ഇവർക്ക് സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ടെന്നാണ് പി.വി. അൻവറിൻ്റെ ആരോപണം. 2 കേസുകളാണ് പി.വി. അൻവർ കൊലപാതകത്തിൽ ഇവർക്ക് പങ്കുണ്ട് എന്നുള്ള രീതിയിൽ. അതിൽ ഒന്ന് റിദാൻ ബാസിൽ എന്ന 24-കാരൻ്റെ കൊലപാതകമാണ്. എടവണ്ണയിലുള്ള റിദാൻ ബാസിൽ അദ്ദേഹത്തിനെ വീട്ടിൽ നിന്ന് ഷാൻ എന്നയാൾ വിളിച്ചുകൊണ്ട് പോയി. അതിനുശേഷം പുലിക്കുന്ന് മലയിൽ ഇയാളെ വെടിയേറ്റ് കിടക്കുന്നതാണ് കണ്ടത്. ഈ കേസിൻ്റെ അന്വേഷണം വഴിതിരിച്ചു വിട്ടു പോലീസ്. യഥാർത്ഥത്തിൽ അത് സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു കൊലപാതകമായിരുന്നു. പക്ഷേ അത് വിളിച്ചുകൊണ്ട് പോയ ഷാൻ എന്നയാളുടെ വ്യക്തിവൈരാഗ്യം മൂലമാണ് ആ കൊലപാതകം നടത്തിയതെന്നാണ് ഈ കേസിൻ്റെ കുറ്റച്ചാർജിൽ പറയുന്നത്. വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോയ ഷാനും 8-ാം പ്രതി UP-ക്കാരൻ തോക്ക് കൊടുത്തയാളും ഉൾപ്പെടെ 8 പേരെ പ്രതിയാക്കിയാണ് ആ കേസിൻ്റെ കുറ്റച്ചാർജ് കൊടുത്തിരിക്കുന്നത്. അത് 88-ാമത്തെ ദിവസം തന്നെ കുറ്റച്ചാർജ് കൊടുത്തു. 4600ഓളം പേജുകളുണ്ട് കുറ്റച്ചാർജിന്. 169 സാക്ഷികളുമുണ്ട്. ഇതിൻ്റെ പിന്നാമ്പുറം നോക്കിക്കഴിഞ്ഞാൽ റിദാൻ ബാസിൽ എന്ന ആൾ നേരത്തെ സ്വർണം പൊട്ടിക്കൽ കേസുമായിട്ട് ബന്ധപ്പെട്ട് തൃശ്ശൂർ ഉള്ള ഒരു കേസിൽ പ്രതിയായിരുന്നു. ഡ്രഗ്സ് കേസിനകത്ത് ജയിലിൽ കിടന്ന് വെളിയിലിറങ്ങിയിട്ടുണ്ട്. പക്ഷേ അയാളുടെ ഭാര്യ ഹിമ പാത്തുമ്മയും അമ്മയും പറയുന്നത് ഇത് ഷാൻ പറയുന്ന പോലെ ഉള്ള ഒരു സംഭവമല്ല, സ്വർണം കടത്തും ആയിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ് തട്ടിക്കൊണ്ടുപോയി വെടിവെച്ച് കൊന്നത് എന്നാണ് പറയുന്നത്. റിദാൻ ബാസിലിൻ്റെ വീട്ടിൽ നിന്ന് പോകാൻ പറ്റിയ 2 മൊബൈൽ ഫോൺ കയ്യിലുണ്ടായിരുന്നു. അത് രണ്ടും പോലീസ് റിക്കവർ ചെയ്തിട്ടില്ല. റിദാൻ്റെ പിതൃ സഹോദരൻ മുജീബ് റഹ്മാനോട് ഈ കൊലപാതകത്തിന് 2 ആഴ്ച മുമ്പ് റിദാൻ പറഞ്ഞത്, എൻ്റെ കയ്യിൽ സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും എൻ്റെ കൈവശത്തിരിക്കുന്ന മൊബൈലിലുണ്ട്. അത് ഈ സംഭവത്തിന് 2 ആഴ്ച മുമ്പ് പിതൃ സഹോദരൻ്റെ അടുത്താണ് പറഞ്ഞത്. മുജീബ് റഹ്മാൻ എന്ന ഇദ്ദേഹത്തിൻ്റെ ബ്രദറായിട്ട് തന്നെ വരുമല്ലോ. പക്ഷേ 2 ആഴ്ച കഴിഞ്ഞ് ഒരു ദിവസം രാത്രിയിൽ അവിടെ ഷാൻ എന്ന് പറഞ്ഞ ആൾ ഇങ്ങാരുമായിട്ട് വളരെ അടുപ്പമുണ്ട്. അയാൾ മമ്പറത്തൊരു വ്യവസായിയുടെ ഗൾഫിലുള്ള വ്യവസായിയുടെ സ്ഥാപനം നോക്കുന്ന ആളാണ്. ഒരു 3000 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീട് ഇപ്പം നാട്ടിൽ വെക്കുന്നുണ്ട്. അവിടെ നിന്ന് വീട് വെച്ച് പണി ഏകദേശം തീരാറായുന്ന സന്ദർഭത്തിൽ ഷാനെ ആ പ്രവാസി പിരിച്ചു വിട്ടു. അതുകൊണ്ട് സാമ്പത്തികമായി വലിയ പ്രശ്നമായി കെട്ടിടം പണി തീർക്കാൻ പറ്റിയില്ല. അത് റിദാൻ കാരണമാണ് പിരിച്ചുവിട്ടതെന്നാണ് പറയുന്നത്. എന്തായാലും നാട്ടിലെ ഏകദേശം 3000 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് പണിയെ തീർക്കാറായി. അതിൻ്റെ വരുമാനം ഏത് വഴിക്കുന്നെന്നാണ്. അത് സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ആ കാര്യം റിദാനിന് അറിയാം. റിദാൻ ബാസിൽ അത് തൻ്റെ മൊബൈൽ ഫോണിലൊക്കെ റെക്കോർഡ് ചെയ്തും അതിൻ്റെ വിവരങ്ങൾ വെച്ചിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. എന്തായാലും ആ മൊബൈൽ ഫോൺ രണ്ടും പോലീസിന് കണ്ടെടുക്കാൻ സാധിച്ചില്ല. പോലീസ് ഇതിനകത്ത് സുജിത് ദാസ് SP ആണ് ഇതിൻ്റെ അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ചത്. പോലീസ് ഇതിനകത്ത് ഷാനും റിദാൻ്റെ ഭാര്യയായിട്ടുള്ള അവിഹിത ബന്ധം ആരോപിച്ച് ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ ആ മരണത്തിന് അല്ലെങ്കിൽ കൊലപാതകത്തിന് ശേഷം റിദാൻ്റെ
ഭാര്യ ഹിമ പാത്മയെ നിലമ്പൂർ വിളിച്ചു കൊണ്ടുപോയി പോലീസ് ചോദ്യം ചെയ്തു, അവരെ ഭീഷണിപ്പെടുത്തി. അവരും ഷാനും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റിയാണ് ചോദിച്ചത്. അതവർ അംഗീകരിച്ചില്ല. അവരെ ഭീഷണിപ്പെടുത്തിയെന്ന് പറയുന്നു അംഗീകരിക്കാൻ. അവർ പറഞ്ഞു, അതിന് നിങ്ങളിനി പുറം ലോകം കാണില്ല, ജയിലിൽ കിടക്കേണ്ടി വരും, അത് ഞാൻ കിടന്നോളാം, എങ്കിലും അങ്ങനെ ഒരു ബന്ധമില്ല എന്ന് ആ പെൺകുട്ടി പറഞ്ഞു, തീർച്ചപ്പെടുത്തി. അവരെ വളരെയധികം ഭീഷണിപ്പെടുത്തിയിരുന്നു സുജിത് ദാസും ആ അന്വേഷണ സംഘവും. എന്തായാലും അതിനുശേഷം വീണ്ടും ഇയാളുടെ ജോലി കളഞ്ഞ ഇതിൻ്റെ കാരണക്കാരൻ റിദാനാണ്, അതുകൊണ്ടാണ് വെടിവെച്ച് കൊന്നുള്ള രീതിയിൽ കേസ് ചാർജ് ഷീറ്റ് കൊടുത്തു. ആ അന്വേഷണം ശരിയല്ല എന്നാണ് അൻവർ പറയുന്നത്. കാരണം അത് സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അങ്ങനെ ഒരു അന്വേഷണം മാറ്റി കുറ്റച്ചാർജ് കൊടുക്കാൻ ADGPയും സുജിത് ദാസും കാരണക്കാരായി. അവരുടെ ശ്രമഫലമായിട്ടാണ് യഥാർത്ഥത്തിലുള്ള അന്വേഷണം മാറ്റിയിട്ട്, യഥാർത്ഥത്തിലുള്ള കഥ മാറ്റിയിട്ട് ഈ ഫാബ്രിക്കേറ്റഡായ ഈ കഥയിലെ ഈ കുറ്റച്ചാർജ് കൊടുക്കാൻ കാരണമെന്നാണ് അവർ പറയുന്നത്. ഏതായാലും ഈ കേസ് CBI കൊണ്ട് അന്വേഷിപ്പിക്കാനും ഹൈക്കോടതി പരാതി കൊടുത്തിട്ടുണ്ട്. ആ വീട്ടുകാർ അതിപ്പം അവിടെ പെൻഡിങ് ആണ്. അടുത്ത ദിവസം തന്നെ അതിൻ്റെ പറ്റിയുള്ളൊരു തീരുമാനം വരുമെന്ന് കരുതുന്നു. ഈ കേസിനകത്ത് 8 പേരെ പ്രതിയാക്കിയെങ്കിലും 8ാം പ്രതി UP-കാരനാണ്. അയാൾ UP-യിലെ അയാൾക്ക് എങ്ങനെയാണ് ഇവരുമായിട്ട് ബന്ധം വന്നത് എന്ന് നമുക്കറിയില്ല. പക്ഷേ അയാളുടെ കൈവശിരുന്ന പിസ്റ്റലായിരുന്നു ഇവിടെ കൊല്ലാൻ ഉപയോഗിച്ചത്. ഇയാളെ വീട്ടിൽ നിന്ന് 7 മണിക്ക് ഷാന് വിളിച്ചുകൊണ്ട് പോയ ശേഷം ഇയാളെ കണ്ടിട്ടില്ല. പോകുന്ന സമയത്ത് 2 മൊബൈൽ ഫോൺ കയ്യിലുണ്ട്. പുലിക്കുന്ന് മലയിലെ തലയ്ക്ക് വെടിയേറ്റാണ് കിടന്നത്. പക്ഷേ 7 റൗണ്ട് വെടി വെച്ചിട്ടുണ്ട്. 3 എണ്ണമാണ് ശരീരത്തിൽ കൊണ്ടുപോയത്. അപ്പം ഈ കേസിൻ്റെ അന്വേഷണം അത്ര സുഖകരമായിരുന്നില്ല എന്നാണ് ഇത് തോന്നുന്നത്. കാരണം അയാളുടെ കൈവശിരുന്ന മൊബൈൽ ഫോൺ ആര് കൊണ്ടുപോയി? അത് ആ ഷാനിൻ്റെ കയ്യിൽ നിന്ന് റെക്കവർ ചെയ്യണമല്ലോ. പക്ഷേ അവിടെ ഷാൻ പോകാൻ, ആ വെടിയേറ്റ സ്ഥലത്ത് ഷാൻ ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. അയാൾ അതേപ്പറ്റി ഒന്നും പറയുന്നില്ല. പോലീസ് അത് കണ്ടെടുക്കാനും കഴിഞ്ഞിട്ടില്ല. ആ വിവരങ്ങൾ, അല്ലെങ്കിൽ ആ മൊബൈലിനകത്ത് കിടക്കുന്ന 2 മൊബൈലിനകത്തുള്ള വിവരങ്ങൾ, കള്ളക്കടത്തിനെ പറ്റിയും സ്വർണ്ണക്കടത്തിനെ പറ്റിയുള്ള വിവരങ്ങൾ, അതൊക്കെ അതിനകത്തുണ്ട്. അത് നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ മൊബൈൽ ഫോൺ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് ഈ കേസിനകത്ത് തീർച്ചയായിട്ടും വലിയൊരു അന്വേഷണം മാറിപ്പോകാനുള്ള സാധ്യത കൂടുതലുള്ള കണ്ടൻസ് അതിനകത്ത് ഉണ്ടാകുന്നതാണ് ഞാൻ കരുതുന്നത്. പക്ഷേ അത് മനഃപൂർവ്വം മാറ്റിക്കളഞ്ഞു എന്ന് തോന്നുന്നു. ഇതിനകത്ത് മുഹമ്മദ് ഷാനിൻ്റെ കൂടെ കോഴിക്കോടുള്ള പറമ്പിൽ ബസാറിലെ ഇബ്നു ഫൗസ് എന്ന ആൾ, അയാൾ പ്രതിയായി. പിന്നെ തിരുമാലി പുളിയക്കോടൻ അനസ് എന്ന് പറഞ്ഞ ആൾ വന്നു. പിന്നെ ഷാനിൻ്റെ സഹോദരൻ കുളപ്പാടൻ മുഹമ്മദ് നിസാം, ആ നിസാമുദ്ദീൻ്റെ ഭാര്യയും കൂടെ ഫെമിയും കൂടെ ഇതിനകത്ത് പ്രതിയാക്കിയിട്ടുണ്ട്. മമ്പാട്ട പ്രവാസി വ്യവസായിയുടെ ജോലിക്കാരനായി അയാളുടെ മുഴുവൻ കാര്യങ്ങൾ നോക്കുന്ന ഷാന്, ആ ഷാന് ഈ റിദാനുമായിട്ട് എന്താണ് ഇത്ര വൈരാഗ്യം വരാനുള്ള കാരണം? ഇത്ര വളരെ നിസ്സാരമായ അവൻ്റെ ജോലി നഷ്ടപ്പെട്ടതിൻ്റെ കാരണം റിദാനാണ്. റിദാൻ അവൻ്റെ മമ്പാട്ടെ വ്യവസായിയെ ഇവിടെ വെച്ചെങ്ങാനും നേരിട്ട് കണ്ട് ഇയാൾക്ക് സ്വർണ്ണക്കടത്താണോ എന്ന് പറഞ്ഞോ ഇല്ലയോ എന്നറിയില്ല. എന്തായാലും ജോലി നഷ്ടപ്പെട്ട് അയാൾക്ക് ഭീമമായ നഷ്ടം വന്നതുകൊണ്ടാണ് ഈ കൊലപാതകം നടന്നത് എന്ന് കമ്പാരിറ്റീവ്ലി ബലം കുറഞ്ഞ ഒരു മോട്ടീവാണ് എന്നെനിക്ക് തോന്നുന്നു. അപ്പം PV അൻവർ MLA ഈ എടവണ്ണയിലെ ഈ കൊലപാതകത്തെ പറ്റി പറഞ്ഞ് യഥാർത്ഥത്തിൽ അതിൻ്റെ മോട്ടീവ് ഇതല്ല, യഥാർത്ഥത്തിൽ അത് സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് മനഃപൂർവ്വം ADGPയും സുജിത് ദാസും അതിൻ്റെ മോട്ടീവ് മാറ്റി അവർ വേറൊരു രീതിയിൽ ആ കുറ്റച്ചാർജ് കൊടുത്തു. ജാമ്യത്തിറങ്ങിയ ഷാന് 40 ലക്ഷം കൊടുത്ത് കേസ് ഒത്തുതീർക്കാൻ ശ്രമിച്ചു എന്ന് ഒരു പോലീസുകാരൻ പറഞ്ഞതായിട്ടും റിദാൻ്റെ വീട്ടുകാർ പറയുന്നുണ്ട്. അതിന് അവർ തയ്യാറായില്ല. എന്താണ് യഥാർത്ഥത്തിൽ അതിൻ്റെ മോട്ടീവ്? അതാണ് പോലീസ് കണ്ടുപിടിക്കേണ്ടിയിരുന്നത്. അതുകൊണ്ട് ഈ കേസിൻ്റെ അന്വേഷണം CBIക്ക് കൊടുക്കണമെന്നാണ് അവർ പറയുന്നത്. അതോടൊപ്പം തന്നെ PV അൻവർ മറ്റൊരു കൊലക്കേസിൻ്റെ കാര്യം, ഒരാളുടെ മിസ്സിങ്,
കോഴിക്കോട് റിയൽ എസ്റ്റേറ്റും അവിടെ ആ റിയൽ എസ്റ്റേറ്റിൻ്റെ ഇടനിലക്കാരനായിട്ടും വ്യവസായിയുമായിട്ടൊക്കെ നടന്ന മാമി എന്ന വ്യക്തി ബാലുശ്ശേരിക്കാരനാണ്. അയാൾ 2020 ഓഗസ്റ്റ് 21 വൈകിട്ട് അയാളുടെ സ്ഥാപനത്തിൽ നിന്ന് അരയിടത്ത് പാലത്തെ സ്ഥാപനത്തിൽ നിന്ന് അയാൾ വെളിയിലിറങ്ങി. വൈകിട്ടൊരു 6:30 കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി അവിടുത്തെ ബേബി മെമ്മോറിയലിനടുത്തുള്ള പള്ളിയിൽ പോയി. ആ പള്ളിയിലെ ഇമാമിനെ കണ്ടു. 7 മണിക്ക് അയാൾ ഒരു മെസ്സേജ് ഭാര്യയ്ക്ക് അയച്ചിരിക്കുന്നു, ഞാൻ കുറച്ച് ദൂരെയാണ്, അല്പം വൈകും. അങ്ങനെ ഇതിനു മുമ്പ് മെസ്സേജ് അയക്കാറുണ്ടോ ഭാര്യയ്ക്ക് അറിയില്ല. രണ്ടാമത് ഇത് കുറച്ച് ദൂരെയാണ് എന്ന് പറഞ്ഞ ശേഷം ആ 2020 ഓഗസ്റ്റിന് ശേഷം ഏകദേശം 1 വർഷമായി ഇയാളെപ്പറ്റി ഒരു വിവരവുമില്ല. ഇതൊരു മിസ്സിംഗ് ആയിട്ട് കേസ് ഇപ്പോഴും നിലനിൽക്കുന്നു ഞാൻ കരുതുന്നു. പക്ഷേ ഇത് സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ടതാണോ, ഇതിനകത്ത് ദുരൂഹതയുണ്ട്, ഇതൊരു കൊലപാതകമാണ് എന്നുള്ള രീതിയിലാണ് PV അൻവർ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇതിൻ്റെ ബാക്കി വിവരങ്ങളും ഉണ്ടാവും. ഏതായാലും ആ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർ തീർച്ചയായിട്ടും PV അൻവറുമായിട്ട് ബന്ധപ്പെട്ട് ഈ മിസ്സിംഗ് ആയ ആളിന് എന്ത് സംഭവിച്ചു എന്ന് അദ്ദേഹം കരുതുന്നത് എന്താണ്, ആ രീതിയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയാൽ എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടാവുമോ ഇല്ലയോ നമുക്കറിയാം. നിലമ്പൂർ നമുക്കറിയാം, ഒരു വൈദ്യനെ കൊന്ന് അവിടെ നേരത്തെ അയാളെ 1.25 വർഷം പൂട്ടിയിട്ട് അയാൾ മരിച്ചെന്ന് കഴിഞ്ഞപ്പം അയാളെ പീസാക്കി കഷ്ണമാക്കി ചാലിയാർ പുഴയിൽ ഒഴിച്ച സംഭവമൊക്കെ നമ്മൾ മറന്നു പോകരുത്. കേരളത്തിലെ ഇതുപോലുള്ള ദുരൂഹമായ ധാരാളം കൊലപാതകങ്ങളും ദുരൂഹമായ മിസ്സിങ്ങുകളും വളരെയധികം ഉണ്ട്. പോലീസ് അക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇതുപോലുള്ള ആരോപണങ്ങൾ പറയാൻ എല്ലാവർക്കും ഭയവും പേടിയാണ്. PV അൻവർ തുറന്ന് 2 കൊലപാതകത്തിൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ പരാമർശിച്ചിരിക്കുന്നത്. മാമിയുടെ മിസ്സിങ് അത് എന്നായാലും അതിൻ്റെ യഥാർത്ഥ വിവരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അത് ഏകദേശം 1 വർഷമായി. അതിനകത്തുള്ള ദുരൂഹത അത് PV അൻവറിന് അറിയാമെന്ന് ഞാൻ കരുതുന്നു കുറേയൊക്കെ. പക്ഷെ അത് വെളിപ്പെടുത്തിയെങ്കിൽ മാത്രമേ ഈ കേസ് മുന്നോട്ടുള്ള പ്രയാണം ശരിയാവുള്ളൂ. ഏതായാലും വരും ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഈ കേസിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പോലീസിന് കൈമാറുമോ എന്നറിയില്ല. ഏതായാലും മുഖ്യമന്ത്രി ആ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാമെന്ന് ഉറപ്പ് കൊടുത്തതായിട്ടാണ് PV അൻവറിൻ്റെ പ്രസ്താവന നമ്മൾ കാണുന്നത്. വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ബാക്കി പത്രം അറിയാമെന്ന് ഞാൻ കരുതുന്നു.